ടെക് ട്യൂട്ടോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലൊരു വേർഡ് ക്ലൗഡ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെയൊക്കെ ലാലേട്ടൻ്റെ ഒരു ഇമേജാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ അഭിനയിച്ച സിനിമകളുടെ പേരുകൾ. ഞാൻ എല്ലാ സിനിമകളുടെയും പേരുകൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് സിനിമകളുടെ പേരുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ലാലേട്ടൻ അഭിനയിച്ച എല്ലാ സിനിമകളുടെയും പേര് യൂസ് ചെയ്യാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് സിനിമകളുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് സിനിമകൾ മാത്രം ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്നത് രണ്ട് ഇമേജസ് ആണ്. ഒന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ലാലേട്ടൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അത് Ctrl+0 പ്രസ് ചെയ്യുന്നു ഫുൾ സ്ക്രീനിൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. Ctrl+0 ഫിറ്റ് ടു സ്ക്രീൻ സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എനിക്ക് അടുത്തത് വേണ്ടത് ഒരു വേർഡ് ക്ലൗഡ് എഫക്റ്റാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ പേര് ഞാനിപ്പം ഫോട്ടോഷോപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓൺലൈനിൽ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വേർഡ് പോലുള്ള ഒരുപാട് സൈറ്റ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള എഫക്റ്റുകൾ. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം എടുത്ത് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു കേസിൽ ഞാൻ ലാലേട്ടനെ അഭിനയിച്ച കുറേ സിനിമകളുടെ പേര് ഞാൻ ഫോട്ടോഷോപ്പിൽ തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫയലുമാണ് ഫോട്ടോ. ഇതിനകത്ത് ഞാൻ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് ഒരു ഔട്ട്ലൈൻ മാത്രം കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ മാജിക് ബാൻഡ് ടൂളിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ക്വിക്ക് സെലക്ഷൻ ടൂൾ, മാജിക് ബാൻഡ് ടൂൾ ഉണ്ട്, ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തു, ലെഫ്റ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നു, റൈറ്റ് സൈഡും ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ. ശേഷം നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഏരിയാസ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ സെലക്റ്റിൽ നിന്നും സെലക്ട് ആൻഡ് മാസ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൻ്റെ CC വെർഷനാണ്. അതിനകത്ത് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ റെഡ് കളറിലെ പോർഷനാണ് നമ്മളിപ്പം പുതിയൊരു ലെയർ കൊടുത്തു കഴിഞ്ഞാൽ കട്ടായി കിട്ടുക. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ റെഡ് കളറിലെ പോർഷൻ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആദ്യം ഇൻവേർട്ട് ചെയ്യാം. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം സെലക്ട് ആകുന്നത്. ഇനിയിപ്പം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ആകുന്നത്. പിന്നെ ഒന്ന് കുറച്ച് പോർഷൻസ് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് പോർഷൻസ് ആഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു. ഒത്തിരി പെർഫെക്റ്റ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യണ്ട. ആദ്യം പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ഫ്രെയിം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് കൺട്രോൾ ജസ്റ്റ് നമുക്ക് ആ എഫക്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതിനകത്തിപ്പം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കുറച്ച് പോർഷൻ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ. ശേഷം നമുക്ക് ഓക്കെ കൊടുക്കരുത്. ഔട്ട്പുട്ട് ടു എന്നുള്ള ഓപ്ഷനിൽ സെലക്ഷൻ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ന്യൂ ലെയർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് സെപ്പറേറ്റ് ഒരു ലെയറിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം ഇവിടെ നമുക്കൊരു പുതിയൊരു ലെയർ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലെയർ പാലറ്റിൽ ഏറ്റവും താഴെ ഒരു ബ്ലാങ്ക് ലെയർ ആഡ് ചെയ്യുന്നു. നമ്മൾ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. പെയിൻറ്റ് ബക്കറ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് കളർ ഫില്ല് ചെയ്യുന്നു. നിങ്ങൾക്ക് ഡയറക്റ്റ് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾട്ട് ബാക്ക് സ്പേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് റീസൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുകയാണ്. ക്രോപ്പ് ടൂൾ എടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വിഡ്ത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ ഇത് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കണം സെലക്ട് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വിഡ്ത്ത് 1000 പിക്സൽസ് കൊടുക്കുന്നു. അടുത്തത് ഹൈറ്റ് 1000 പിക്സൽസ് കൊടുക്കുന്നു. റെസൊല്യൂഷൻ 150 പിക്സൽസ് പെർ ഇഞ്ച്. ഓക്കെ, 150 കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഏരിയ ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ 1000 പിക്സലിലാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓൾട്ട് IE യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1000 പിക്സൽ 150 പിക്സൽ പെർ ഇഞ്ച്. ഇതാണ് ഇപ്പോൾ എൻ്റെ സൈസ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ലാലേട്ടൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ കളർ നമ്മൾ ഡീസാച്ചുറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് Ctrl+Shift+U ഇതിൻ്റെ കളർ മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ലെവൽസ് എടുക്കുക. Ctrl+L യൂസ് ചെയ്ത് ഒരു അല്പം ഒന്ന് സാച്ചുറേഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ അവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് വേർഡിന് വേണ്ടുന്ന
ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കിംഗ് ആയിട്ടാണ് ഈ ഒരു ഇമേജ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കും. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ഒരു ലെയറായിട്ട് സെപ്പറേറ്റ് ഒരു ഫയലായിട്ട് നമുക്കത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ലാലേട്ടൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഫിൽറ്റർ മെനുവിൽ നിന്ന് ബ്ലർ, ഗോഷ്യൻ ബ്ലർ കൊടുക്കുന്നു. ഇവിടെ വാല്യൂ 3 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കും. ശേഷം നമുക്ക് ഈ ഒരു ഫയൽ സേവ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് PSD ഫയലായിട്ട് സേവ് ചെയ്യുക. ഇത് PSD ഫയലായിരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിരിക്കുക. അതിന് സേവ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഫയൽ നമുക്ക് ഇനി ക്ലോസ് ചെയ്യാം. നമുക്ക് ഇനി ഈ ഫയലിൻ്റെ ആവശ്യം ഇപ്പം തൽക്കാലത്തേക്കില്ല. ഇനി അടുത്തത് വേണ്ടുന്നത് നമുക്ക് വേഡ് ക്ലൗഡ് ഫയലാണ് വേണ്ടത്. അതായത് വേഡ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫയൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു വൈറ്റിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് ബാൻ ടൂൾ വെച്ചിട്ട് ഓരോ ലെറ്റേഴ്സായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാൻ നോക്കും. അതൊരുപാട് ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അതെങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാനൽസ് യൂസ് ചെയ്യുന്നു. ചാനലിൽ RGB എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ തംബ്നെയിലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ വൈറ്റ് കളറിലുള്ള എല്ലാ ഏരിയയും സെലക്ട് ആയിരിക്കുന്നത്. ഓക്കെ, മൂവ് ടൂൾ യൂസ് ചെയ്യുക, ലെയർ പാലറ്റ് എടുക്കുക, മൂവ് ടൂൾ യൂസ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഇമേജിൽ കൊണ്ടിടുക. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം എടുക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കാം, അല്ലെങ്കിൽ Ctrl J യൂസ് ചെയ്യാം. രണ്ടും സെയിം എഫക്റ്റാണ്. ശേഷം ആദ്യത്തെ ലെയർ ഞാൻ ഹൈഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെയറിന് ഞാൻ വേഡ് ക്ലൗഡ് എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഓക്കെ, ശേഷം ഇതിന് ഞാനൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് വേഡ് ക്ലൗഡ് എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു. എഫക്റ്റിൽ ഡ്രോപ്പ് ഷാഡോ കൊടുക്കും. ഇതിൽ ബ്ലൈൻഡ് മോഡ് എപ്പോഴും മൾട്ടിപ്ലൈ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഒപ്പാസിറ്റി 75 കൊടുക്കുക, ആംഗിൾ 30 കൊടുക്കുക, ഡിസ്റ്റൻസും സൈസും 5 കൊടുക്കുക, ഇൻ ബിറ്റ്വീനുള്ള സ്പ്രെഡ് 0 കൊടുക്കുക. ശേഷം ഓക്കെ. ചെറിയൊരു ഡ്രോപ്പ് ഷാഡ് ഇതിന് വീണിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വേഡ് ക്ലൗഡ് ഫയൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റീസൈസ് ചെയ്ത് നമുക്കിതിനെ ഇമേജ് ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ഇമേജ് ടോട്ടലി നമുക്ക് ആവശ്യമുള്ള ലാലേട്ടൻ്റെ ഇമേജ് ടോട്ടലി കവർ ആകുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി നീഡ്. ഓക്കെ, നമുക്ക് ഈ ഇമേജ് പല ആംഗിളിൽ നമുക്ക് തിരിച്ച് വെക്കാം. ഓക്കെ, നമുക്ക് ഇമേജസ് എല്ലാം ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേഡ് ക്ലൗഡ് ഇമേജസ് എല്ലാം തന്നെ സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് കൺട്രോൾ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഏറ്റവും ടോപ്പിലെ ലെയറിൽ കൂടി ചേർത്ത് എല്ലാം സെലക്റ്റായി. Ctrl G പ്രസ് ചെയ്യുന്നു ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി Ctrl J യൂസ് ചെയ്യുന്നു ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യാൻ. അതിനുശേഷം Ctrl T യൂസ് ചെയ്യുന്നു. Ctrl T യൂസ് ചെയ്തില്ലെങ്കിൽ Ctrl Tക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിൽ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ യൂസ് ചെയ്യാം. എസ്കേപ്പ് ചെയ്യണം. 90 ഡിഗ്രി. ഓക്കെ, ഒന്ന് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫുൾ ഹൈഡ് ആയിട്ടുണ്ട് ഇമേജ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി രണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. Ctrl J പ്രസ് ചെയ്ത് അതിനുശേഷം ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത ലെയറിന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പേര് കൊടുക്കുക. നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഇമേജ് ഇതിലാണ് നമ്മൾ മാപ്പ് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുക, ഫിൽറ്റർ മെനു യൂസ് ചെയ്യുക, ഡിസ്റ്റോർട്ട്, ഡിസ്പ്ലേസ്, വാല്യൂസ് 10 കൊടുക്കുക. ഈ വാല്യൂസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കേസിൽ ഞാൻ 10 ആണ് കൊടുക്കുക. 10 വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. സ്ട്രെച്ച്, റിപ്പീറ്റ് എഡ്ജ്, ഈ രണ്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ ചോദിക്കും. ഞാൻ ആ ഫയൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസം വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കർവ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ പുറത്ത് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനൊരു കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ തംബ്നെയിലിൻ്റെ പുറത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെയർ നമുക്ക് ഹൈഡ് ചെയ്യാം.
നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ ഓപ്പൺ ചെയ്യാം. ലാലറ്റിൻ്റെ ഇമേജ് ഉള്ള ലെയർ സെലക്ട് ചെയ്യുന്നു. ശേഷം മാസ്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫക്റ്റ് നമുക്കിവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫിലിംസിൻ്റെ പേരുകളെല്ലാം തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ. ഓക്കെ, ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന ഫോണ്ട് സൈസ് ഒരുപാട് ചെറുതായിട്ടുണ്ട്. ശേഷം ഞാൻ ഈ ഒരു ലെയറിൽ നിന്ന് ഈ ഒരു ഇമേജ് മാത്രമായിട്ട് മാസ്ക് ഇല്ലാത്തൊരു ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Shift+Alt യൂസ് ചെയ്യുന്നു. അതായത് കൺട്രോൾ കീ, ഷിഫ്റ്റ് കീ, ഓൾട്ട് കീ പ്ലസ് ഇ ലെറ്റർ യൂസ് ചെയ്തു നമ്മളൊരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ മാസ്ക് ഇല്ലാതെ ആ ഒരു ഇമേജ് മാത്രം സെലക്റ്റായി. ഇതിന് ഞാൻ ഏറ്റവും ടോപ്പിലേക്ക് ഞാൻ കൊണ്ടിടുന്നു. ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ലീനിയർ ബേൺ യൂസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിന് അൺഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡൺ, പെർഫെക്റ്റ്. ഇപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും കൂടി നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഇതിന് ടോപ്പിലേക്ക് മാറ്റുന്നു. നമുക്ക് ആ ഇമേജിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇമേജ് സെലക്ട് ആയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് യൂസ് ചെയ്യുന്നു. ഓൾട്ട് കീ പ്രസ് ചെയ്ത് ജസ്റ്റ് മാസ്ക് കീ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ഫിൽ ആയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്കൊരു 8-10 കൊടുക്കുക. ശേഷം അൺലിങ്ക് ചെയ്തിട്ട് ആ ചെയിൻ മാർക്ക് അൺലിങ്ക് ചെയ്ത ശേഷം മാപ്പിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. തംബ്നെയിലിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത ശേഷം Ctrl+T ഓക്കെ കൊടുക്കുക. അല്പം വലുതാക്കി കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഉദ്ദേശിച്ച എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു എഫക്റ്റിന് വരെ നമുക്ക് ഈ ഒരു ഫോട്ടോയ്ക്ക് വരെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് യൂസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഫോട്ടോസ് ഹൈ ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇതുപോലുള്ള എഫക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞെട്ടിക്കാൻ സാധിക്കും. ഓക്കെ, എനിക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.